ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ അബ്ദിക വനബിയിക വറസൂലിക മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വബഅദ്. ഇന്ന് നമ്മൾ ബുലൂഗുൽ മറാമിൽ അൽ ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാ ബാബു സ്വലാത്തിൽ ജുമുഅ അല്ലേ, ബാബു സ്വലാത്തിൽ ജുമുഅ, ജുമുഅ നമസ്കാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം. അതിൽ ഏതാനും ഹദീസുകൾ നമസ്കാരവുമായി ബന്ധപ്പെട്ട്, ജുമുഅ നമസ്കാരവുമായി ബന്ധപ്പെട്ട്, ജുമുഅ നമസ്കാരത്തിൻ്റെ സമയവുമായി ബന്ധപ്പെട്ട്, ഖുതുബയുമായി ബന്ധപ്പെട്ട്, ഖുതുബയുടെ രീതിയുമായി ബന്ധപ്പെട്ട്, പിന്നെ വെള്ളിയാഴ്ചയുടെ പ്രത്യേകത അറിയിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഇബ്നു ഹജർ റഹിമഹുല്ലാ നൽകിയ ഹദീസുകളാണ് നമ്മളിവിടെ എഴുതിയത്. ജുമുഅ നമസ്കാരം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ്. സൂര്യൻ ഉദിച്ച നാളുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് യൗമുൽ ജുമുഅ. യൗമുൽ ജുമുഅയിലുള്ള ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മ ഏതാ? സ്വലാത്തുൽ ജുമുഅ നമസ്കാരം. എന്താ ജുമുഅ നമസ്കാരത്തിൻ്റെ ഹുക്മ്? ജുമുഅ നമസ്കാരത്തിൻ്റെ ഹുക്മ് എന്താ? ജുമുഅ വാജിബ്, ഫർദു ഐൻ, ഓരോ വ്യക്തികൾക്കും ഫർദാണ് ജുമുഅ. അള്ളാഹു ഫർദാക്കിയ കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമാണ് ജുമുഅ. മനസ്സിലായില്ലേ? ദുഹർ നിസ്കാരമാണോ ജുമുഅയാണോ ഏറ്റവും ശ്രേഷ്ഠം? ദുഹറാണോ ജുമുഅയാണോ ഏറ്റവും ശ്രേഷ്ഠം? ജുമുഅയാണ്. ദുഹറിന് പകരമാണോ ജുമുഅ? ദുഹറിന് പകരമാണോ ജുമുഅ? അല്ല, കാരണം ജുമുഅ അത് സ്വതന്ത്രമായൊരു ഫർദാണ്. പക്ഷേ ജുമുഅക്ക് പകരം ദുഹറാകും. ജുമുഅക്ക് പകരം ദുഹറാകും. ദുഹറിന് പകരമല്ല ജുമുഅ. പക്ഷെ ഒരാൾക്ക് ജുമുഅ കിട്ടിയിട്ടില്ലെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യണം? പകരം ദുഹർ നിസ്കരിക്കണം. അപ്പോൾ ദുഹറിനേക്കാൾ ശ്രേഷ്ഠമാണ് ജുമുഅ. ഒന്നാമത്തെ ഹദീസ്, അൻ അബ്ദുല്ലാഹി ബിൻ ഉമറ വ അബി ഹുറൈറ റളിയല്ലാഹു അൻഹും قال أنهما سمع رسول الله صلى الله عليه وسلم يقول على أعواد منبره لينتهين أقوام عن ودعهم الجمعات أو ليختمن الله على قلوبهم ثم ليكونن من الغافلين. رواه مسلم. ഹദീസ് ആരാ? ഒന്നാമത്തെ ഹദീസ് ബാബുൽ ജുമുഅയിൽ ഒന്നാമത്തെ ഹദീസ് പിന്നെ അബ്ദുല്ലാഹി ബിൻ ഉമർ, അബൂ ഹുറൈറ എന്നിവരിൽ നിന്നാണ്. അബ്ദുല്ലാഹി ബിൻ ഉമർ, അബൂ ഹുറൈറ. എത്ര റാവിമാരെ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്? ഹദീസ് റിപ്പോർട്ടിന് എത്ര റാവിമാരുണ്ട്? 2 ആൾ അല്ലേ? അബ്ദുല്ലാഹി ബിൻ ഉമർ, അബൂ ഹുറൈറ. പക്ഷേ റളിയല്ലാഹു അൻഹും എന്നാ പറഞ്ഞത്. റളിയല്ലാഹു അൻഹും 2 ആളാണെങ്കിൽ എങ്ങനെ പറയണ്ടേ? റളിയല്ലാഹു അൻഹുമ. ദുആയും തർദിയത്തും 3 ആൾക്കാണ്. കാരണം അവിടെ 3 സഹാബികളുണ്ട്, അബ്ദുള്ള, ഉമർ, അബൂ ഹുറൈറ. പക്ഷേ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് എത്ര ആളാണ്? 2 പേര് മാത്രമാണ്. ഏതായാലും അബ്ദുല്ലാഹി ബിൻ ഉമറും അബൂ ഹുറൈറയും റളിയല്ലാഹു അൻഹും അവർ പറയാണ്. എന്താ പറയുന്നത്? അന്നഹുമ, അവർ 2 പേരും, തീർച്ചയായും അവർ 2 പേരും, സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ അവർ 2 പേരും കേട്ടു. എങ്ങനെ കേട്ടു? യഖൂൽ, പറയുന്നതായി. എവിടെ വെച്ച്? അല അഅ്വാദി മിമ്പരിഹി, റസൂലുള്ളാഹിൻ്റെ മിമ്പറിൻ്റെ അഅ്വാദ് എന്ന് പറഞ്ഞാൽ എന്താ? അഅ്വാദ് എന്ന് പറഞ്ഞാൽ തൂണുകൾ എന്നാണ് ഉദ്ദേശം. സ്റ്റെപ്പുകൾ. അഅ്വാദി മിമ്പരിഹി, മിമ്പറിൻ്റെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മിമ്പറിൻ്റെ അഅ്വാദിന്മേൽ, തൂണുകളിൽ, അഥവാ തൂണുകളിന്മേൽ സ്ഥാപിതമായ സ്റ്റെപ്പുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നിന്നുകൊണ്ട് പറയുന്നത് അവർ 2 പേരും കേട്ട്. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? ലയൻതഹിയന്ന അഖ്വാമുൻ, ഒരു വിഭാഗം ആളുകൾ വിരമിക്കട്ടെ, മതിയാക്കട്ടെ. അൻ വദ്ഇഹിമുൽ ജുമുഅത്ത്, അവർ ജുമുഅകൾ നഷ്ടപ്പെടുത്തുന്നത്. അൻ വദ്ഇഹിം, അവർ ഉപേക്ഷിക്കുന്നത്. അൽ ജുമുഅത്ത്, ജുമുഅകൾ, ജുമുഅ നമസ്കാരങ്ങൾ ഒഴിവാക്കുന്നത് അവസാനിപ്പിക്കട്ടെ. ലയൻതഹിയന്ന അഖ്വാമുൻ അൻ വദ്ഇഹിമുൽ ജുമുഅത്ത്, ജുമുഅകളെ തങ്ങൾ കയ്യൊഴിക്കുന്നത് ഒരു വിഭാഗം ആളുകൾ
അവസാനിപ്പിക്കട്ടെ, അതിൽ നിന്ന് വിരമിക്കട്ടെ. ഔ അല്ല എങ്കിൽ ലയഖ്തിമന്നല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വതആല സീൽ വെക്കും. യഖ്തിമൻ ഖതമ എന്നാണ് തബ, സീൽ വെക്കും. ഔ ലയഖ്തിമന്നല്ലാഹു അല്ലാഹു സീൽ വെക്കും അലാ ഖുലൂബിഹിം അവരുടെ ഹൃദയങ്ങളിൽ. സുമ്മ ലയകൂനുൻ പിന്നീട് അവർ ആയിത്തീരുക തന്നെ ചെയ്യും. മിനൽ ഗാഫിലീൻ ഗാഫിലീങ്ങളിൽ. ഗാഫിൽ എന്ന് പറഞ്ഞാൽ അശ്രദ്ധ ഉള്ളവൻ. ഗാഫിലീൻ ഗാഫിലൂൻ അശ്രദ്ധ ഉള്ളവർ, അശ്രദ്ധാലുക്കൾ. അപ്പം എന്താ ഈ ഹദീസ് അറിയിക്കുന്നത്? പിന്നെ ജുമാ നമസ്കാരത്തിൻ്റെ വിധിയാണ്. നമസ്കാരം ഓരോ വ്യക്തിക്കും ഫർദ് ഐനാണ്. ജുമാ ഒഴിവാക്കുന്നതിനെ തൊട്ട് ആളുകൾ വിരമിക്കട്ടെ എന്നാണ്. അതില്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലയഖ്തിമന്നല്ലാഹു അലാ ഖുലൂബിഹിം അവരുടെ ഹൃദയങ്ങളിൽ സീൽ വെക്കും. സുമ്മ ലയകൂനുൻ പിന്നീട് അവർ ആയിത്തീരുക തന്നെ ചെയ്യും. മിനൽ ഗാഫിലീങ്ങളിൽ അശ്രദ്ധാലുക്കളിൽ ആയിത്തീരും. ഇവിടെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി കേട്ടു എന്നാണ്. ആര്? അബ്ദുല്ലാഹി ഇബ്നു ഉമറും അബൂ ഹുറൈറയും. എവിടെ വെച്ചാൽ റസൂലുള്ള പറയുന്നത്? അല അവാദി മിമ്പരി, റസൂലുള്ളാഹിന്റെ മിമ്പറിൻ്റെ മുകളിൽ നിന്ന്. അപ്പോൾ അതെന്താ? അവർ ആ കേട്ടത് അതേപോലെ കണ്ട് ഇത് ചെയ്യാണ്, ചിത്രീകരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മിമ്പർ എന്താ? അതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാം? റസൂലുള്ളാഹിന്റെ മിമ്പറിനെ കുറിച്ച് റസൂലുള്ളാഹിന്റെ മിമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി സമ്മാനിക്കുന്ന വിജ്ഞാനങ്ങളെക്കാൾ വലിയ വിജ്ഞാനങ്ങളും അറിവുകളും ലോകത്തിന് പകർന്നു നൽകിയ മിമ്പറാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മിമ്പർ. അവിടെ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്പോൾ ഒരു കാണാം, ഈ മിമ്പറിന് 3 സ്റ്റെപ്പുകളാണ്. അതിൽ ആദ്യത്തെ സ്റ്റെപ്പിൽ റസൂലുള്ള കയറി നിന്ന് നിസ്കാരം പഠിപ്പിച്ചു എന്നാണ്. ഇന്ന് നിസ്കരിച്ചു, റുക്കൂ അയ്മന്ന് ചെയ്തു, റസൂലുള്ള ബാക്കിലേക്ക് ഇറങ്ങിയിട്ട് സുജൂദ് ചെയ്തു, എന്നിട്ട് പിന്നെ അയ്മ കയറിയിട്ട് കൊണ്ട് നിസ്കാരം കാണിച്ചു. അങ്ങനെയൊക്കെ ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഈ മിമ്പർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റയുടെ 8-ലാണ് ഇത് നിർമ്മിക്കുന്നത്. റസൂലുള്ളാഹി ഹിജ്റയുടെ 8-ൽ ഈ പറയപ്പെട്ട മിമ്പർ. അതുവരെ റസൂലുള്ള നിന്നിരുന്നത് ഒരു ജിദുൻ നഖലാണ്. ജിദുൻ നഖൽ എന്ന് പറഞ്ഞാൽ ഈത്തപ്പനയുടെ മുട്ടിയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്ന് ഖുത്ബ പറഞ്ഞിരുന്നതൊക്കെ, പ്രസംഗിച്ചിരുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പ്രസംഗിക്കുന്നത് കണ്ടപ്പോൾ റസൂലുള്ള എങ്ങനെ എന്ത് ചെയ്യും? ഒന്നുകിൽ ഒരു വില്ലിൽ കുത്തി നിൽക്കും, അല്ലെങ്കിൽ ഒരു വടിയിൽ കുത്തി നിൽക്കും. അങ്ങനെയാണ് ബാലൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പ്രയാസപ്പെട്ട് കണ്ടപ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു, റസൂലെ, എൻ്റെ വീട്ടിലൊരു ആശാരിയുണ്ട്, എൻ്റെ കയ്യിലൊരു അടിമയുണ്ട്. അടിമ ആശാരിപ്പണി ചെയ്യുന്ന അടിമയാണ്. ഞാൻ നിങ്ങൾക്കൊരു മിമ്പർ ഉണ്ടാക്കി തരട്ടെ എന്ന് ചോദിച്ചു. മനസ്സിലായി? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതിച്ച്. അങ്ങനെ ആ സ്ത്രീയാണ് എന്ത് ചെയ്തത്? ഈ മിമ്പർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടാക്കിയത്. 3 സ്റ്റെപ്പുകളിലായിട്ട് മിമ്പറേൽ. ചരിത്രകാരന്മാർ പറയാണ്, പിന്നെ റസൂലുള്ളാഹി ആ ഈത്തപ്പന മുട്ടിയിലാണ് കയറിയിട്ട് ഖുത്ബ പറയുന്നത്. അപ്പോൾ ഇമ്മ കയറി നോക്കുമ്പോൾ റസൂലുള്ളാഹിക്ക് പ്രയാസമുണ്ട്. പക്ഷെ ആർക്കും തോന്നിയില്ല ഇതൊന്ന് മാറ്റി കൊടുത്തിട്ട് ഒരു മിമ്പറാക്കണം എന്നുള്ളത്. പക്ഷേ ആ സ്ത്രീ വന്നിട്ട് എന്ത് ചെയ്ത്? പക്ഷേ റസൂലുള്ളാഹിനോട് പറയുന്നത്, റസൂൽ നിങ്ങൾക്ക് ഞാനൊരു മിമ്പർ ഉണ്ടാക്കി തരാം, എൻ്റെ വീട്ടിൽ ഒരാശാരിയുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അയാൾ എന്ത് ചെയ്തു? ചില ഇങ്ങനെ ഈ അവാദുകൾ കൊണ്ടുവന്നിട്ട് അയാൾ അവിടെ സ്ഥാപിച്ചിട്ട് അതിന്മേലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മിമ്പർ ഉണ്ടാക്കിയത്. വലൈക്കും സലാം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മിമ്പറിലേക്ക് ചെന്നപ്പോൾ അതുവരെ പിന്നെ റസൂലുള്ള പ്രസംഗിച്ചിരുന്ന ഇതുണ്ടല്ലേ, ഈത്തപ്പന മുട്ടി, അതിലൂടെ ഇങ്ങനെ കടന്നാണ് റസൂലുള്ള മിമ്പറിലേക്ക് പോണത്. അപ്പോൾ പിന്നെ റസൂലുള്ള മിമ്പറിൽ കയറിയപ്പോൾ ഈ ഈത്തപ്പന ഏങ്ങിക്കരഞ്ഞു എന്നാണ്. റസൂലുള്ളാഹിൻ്റെ മിമ്പറിൽ ഏങ്ങിക്കരഞ്ഞു എന്നാണ്. അത് ഏങ്ങിക്കരഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെടുത്ത് ചെന്നിട്ട് ഇങ്ങനെ അണച്ചുപൂട്ടി. ചില റിപ്പോർട്ടുകളിൽ ഞാനത് എനിക്ക് ഉറപ്പ് വരുത്താൻ പറ്റിയില്ല. അതിൽ അണച്ചുപൂട്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനോട് സംസാരിച്ചു എന്നാണ്. നിനക്ക് വേണമെങ്കിൽ ഞാൻ നിന്നെ ഇവിടെ പിന്നെ കൊണ്ടുപോയിട്ട് ഒരിടത്ത് കൃഷി ചെയ്തിട്ട് വിള സമ്മാനിക്കുന്ന രീതിയിലൊരു ഈത്തപ്പനയാക്കിയിട്ട് വളർത്താം. അതില്ല എങ്കിൽ നിന്നെ സ്വർഗത്തിലെ ഒരു ഈത്തപ്പനയാക്കിയിട്ട് നിനക്ക്
ആക്കാം എന്ന രീതിയിൽ റസൂലുള്ള പറഞ്ഞത്. പക്ഷേ ചരിത്ര റിപ്പോർട്ടാണ്, ഞാൻ അത് ഉറപ്പ് വരുത്തിയിട്ടില്ല അതിൻ്റെ സിഹാത്ത്. ഞാനങ്ങനെ അതിൻ്റെ ചരിത്രം വായിച്ചപ്പോൾ റസൂലുള്ളാഹിൻ്റെ മിമ്പർ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ വിഷയമാണ്. പിന്നെ അതുമായി ബന്ധപ്പെട്ട് കുറേ വിഷയങ്ങൾ വായിക്കാൻ പറ്റി ഈ ഒരു മിമ്പർ. അപ്പോൾ ഈ മിമ്പർ എന്നതിൻ്റെ മുമ്പത്തെ മിമ്പറാണ് എന്ത്, ആ ഈത്തപ്പന മുട്ടി, മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ വടിയുണ്ടല്ലോ, ആ വടിയാണല്ലോ മൂസാ നബിയുടെ മുഅ്ജിസത്ത്. പക്ഷേ ആ വടിക്ക് പോലും അള്ളാഹു സംസാരിക്കാൻ ശേഷി കൊടുത്തിട്ടില്ല, അള്ളാഹിൻ്റെ കഴിവാണ്. ആ വടി പോലും എന്താ ചെയ്തത്, ആ വടി മറ്റു വടികളെ വിഴുങ്ങുന്നു, അതേപോലെ തന്നെ കയറുകളെ വിഴുങ്ങുന്നു എന്നുള്ള ഇത്, അതാണ് അതിൻ്റെ പ്രത്യേകത. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്ത ആ മുഅ്ജിസത്തിൽ മനസ്സിലായി, അത് സംസാരിക്കുക വരെ, ഏങ്ങി കരയുക വരെ ചെയ്തു എന്നാണ്. റസൂലുള്ള അങ്ങനെ അതിനെ അണച്ചു പൂട്ടി എങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതിനെ ആശ്വസിപ്പിക്കാനുണ്ടായത്. അതങ്ങനെ അതിനെ വിട്ടിരുന്നുവെങ്കിൽ അത് ഖിയാമത്ത് നാൾ വരെ ഏങ്ങുമായിരുന്നു എന്നറിയിക്കുന്ന ഹദീസുകൾ കാണാം. ഏതായാലും പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ മഹദി വന്ന്, അതൊക്കെ അള്ളാഹിൻ്റെ തൗഫീഖാണ്, മനസ്സിലായില്ലേ? ഒരു നന്മ ചെയ്യാൻ അതിലേക്കുള്ള ആ ഒരു പിന്നെ ഉദവി, അത് അള്ളാഹുവിൽ നിന്നുള്ള വലിയ അനുഗ്രഹമാണ്. ഇപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തൊരു കാര്യമാണോ പിന്നെ ആവശ്യമായിട്ടുള്ള അതൊക്കെ നബി പറയുന്നതിന് മുമ്പ് ചെയ്യുന്ന ആളുകളാണ് ആര്, അബൂബക്കർ, ഉമർ തുടങ്ങിയ എല്ലാ സഹാബികളും. പക്ഷേ ഈ ഒരു വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഈ ഒരു മുട്ടിയിൽ കയറി നിന്ന് പ്രസംഗിക്കുന്നതും അതിന് നിൽക്കുന്നതും അതിന് ബാലൻസ് കിട്ടാൻ വേണ്ടി റസൂലുള്ള വടിയോ വില്ലോ കുത്തിപ്പിടിച്ച് നിൽക്കുന്നതൊക്കെ അവർ, അമ്പോ കുത്തിപ്പിടിച്ച് നിൽക്കണം അവർ കാണുന്നത്. പക്ഷേ ആർക്കും തോന്നിയില്ല അതൊന്ന് മാറ്റി നിർമ്മിക്കുന്നതിനെക്കുറിച്ച്. പക്ഷേ ഈ ഒരു സ്ത്രീ വന്നിട്ട് പറയുന്നത്, റസൂല നിങ്ങൾ ഇതിമത്ര സാഹസപ്പെട്ടാണ് നിൽക്കുന്നത്, എൻ്റെ വീട്ടിലൊരു ആശാരിന് ഞങ്ങൾക്കൊരു മിമ്പർ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ള ഉടനെ സമ്മതിക്കുകയാണ് ചെയ്തത്. കാരണം റസൂലുള്ള കൈമ നിൽക്കുമ്പോൾ പ്രയാസമുണ്ട്. അപ്പോൾ ആ സ്ത്രീ ആ മഹത്വം നേടി. ഏതായാലും ആ മിമ്പർ അതാണ്, അത് ഹിജ്റയുടെ 8-ലാണ് ഈ മിമ്പറിൻ്റെ നിർമ്മാണം. അതിന്മേൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അബൂ ഹുറൈറയും അബ്ദുല്ലാഹി ഇബ്നു ഉമറും കേട്ടും, ലയൻതഹിയന്ന അഖ്വാമുൻ അൻ വദഇഹിമുൽ ജുമുഅത്ത്, ജുമുഅകൾ ഉപേക്ഷിക്കുന്ന ഒരു വിഭാഗം ആളുകൾ വിരമിക്കട്ടെ. ഔ ലയഖ്തിമന്ന അല്ലാഹു അലാ ഖുലൂബിഹിം, അല്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖൽബുകളിൽ സീൽ വീഴ്ത്തും, സീലിടും. ഖൽബുകളിൽ സീലിട്ടാൽ എന്താ, ഖതമല്ലാഹു അലാ ഖുലൂബിഹിം, ആരെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത്, അവരുടെ ഖൽബുകളിൽ അള്ളാഹു സീൽ വെച്ചു. മുനാഫിഖീങ്ങളെ കുറിച്ചാണ്. മുനാഫിഖീങ്ങൾക്ക് ഹിദായത്ത് ഉണ്ടായോ? അള്ളാഹു കാക്കട്ടെ, നഊദു ബില്ലാഹ്. ഹൃദയങ്ങളിൽ സീൽ വെച്ചാൽ പിന്നെ ഹിദായത്ത് ഉണ്ടാവില്ല. സുമ്മ ലയകൂനുന്ന മിനൽ ഗാഫിലീൻ, അതിൽ പിന്നെ ലയകൂനുൻ അവർ ആയിത്തീരുക തന്നെ ചെയ്യും. മിനൽ ഗാഫിലീൻ, ഗാഫിലീൻ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഇഹത്തിലും പരത്തിലും സൗഭാഗ്യകരമായ നന്മ ലഭിക്കേണ്ട കാര്യങ്ങളെ തൊട്ട് അശ്രദ്ധയിൽ ആയിത്തീരും. അപ്പോൾ ഈ ഹദീസ് അറിയിക്കുന്നത് എന്താണ്, ജുമുഅയുടെ വിധിയാണ്. ജുമുഅ നിർബന്ധമാണ്. ജുമുഅ ഒഴിവാക്കുന്നത് മഹാപാപാണ്, വൻകുറ്റാണ്. റവാഹു മുസ്ലിം, ഹദീസ് ഇമാം മുസ്ലിമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അടുത്ത ഹദീസ് സലമത്ത് ഇബ്നുൽ അക്വയിൽ നിന്നുള്ള ഹദീസാണ് അല്ലേ. അൻ സലമത്ത് ഇബ്നുൽ അക്വ റളിയല്ലാഹു തആല അൻഹു ഖാൽ കുന്നാ നുസല്ലി മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൽ ജുമുഅ ثم لننصرف وليس للحيتان ظل يستظل به وفي ايش يستظل به يستظلون لا يستظل نستظل به. ഇങ്ങനെ അതിന് റിപ്പോർട്ടുണ്ട്. അങ്ങനെ يستظل അല്ലേ, خلاص ما في مشكلة. يستظل ഉണ്ടല്ലേ, അങ്ങനെ റിപ്പോർട്ടുണ്ട്. അതാണ് ഒന്നും കൂടി നല്ലത്. അൻ സലമത്ത ഇബ്നുൽ അക്വ, സലമത്ത് ഇബ്നുൽ അക്വയിൽ നിന്ന് നിവേദനം. സലമത്ത് ഇബ്നുൽ അക്വ അൽ അസ്ലമി, സലമത്ത് ഇബ്നുൽ അക്വ അൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു, ബനു അസ്ലം ഗോത്രക്കാരനാണ് സലമ. അദ്ദേഹം പിന്നെ ഹുദൈബിയ സന്ധിയുടെ വർഷമാണ് ഇസ്ലാമിലേക്ക് വരുന്നത്. ബൈഅത്തുർ റിദ്വാനിൽ പങ്കെടുത്തിട്ടുണ്ട് സലമ, ബൈഅത്തുർ റിദ്വാനിൽ പങ്കെടുത്തിട്ടുണ്ട്. വലൈക്കും അസ്സലാം. ബൈഅത്തുർ റിദ്വാനിൽ പങ്കെടുത്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നെ ഒട്ടകത്തെ നയിക്കുന്ന ഒരു പിന്നെ ഇടയൻ എന്ന് പറയാം ആയിരുന്നു ആര്, സലമ റളിയല്ലാഹു തആല അൻഹു. ഹിജ്റയുടെ 74-ലായിരിക്കും അദ്ദേഹത്തിൻ്റെ മരണം. സലമത്ത് ഇബ്നുൽ അക്വ പ്രസിദ്ധ സഹാബി, നമുക്ക് മുമ്പ് വന്നിട്ടുണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അദ്ദേഹം പറയാണ്,
കുന്ന നുസല്ലി മാ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, കുന്ന ഞങ്ങൾ ആയിരുന്നു, നുസല്ലി മാ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹിയോടൊപ്പം ഞങ്ങൾ നിസ്കരിക്കും, യൗമൽ ജുമുഅ വെള്ളിയാഴ്ച ദിവസം. സുമ്മ ലനൻസരിഫ്, സുമ്മ പിന്നീട് ലനൻസരിഫ് ഞങ്ങൾ പിരിഞ്ഞു പോകും. എവിടുന്ന് പിരിഞ്ഞു? ജുമുഅയിൽ നിന്ന്. വലൈസലിൽ ഹൈത്താനി ദില്ലു നസ്തദില്ലു ബിഹി, വലൈസലിൽ ഹൈത്താൻ ചുമരുകൾക്കില്ല ദില്ലുൻ നിഴൽ, നസ്തദില്ലു ബിഹി ഞങ്ങൾക്ക് തണൽ കൊള്ളാൻ മാത്രം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് തണൽ കൊള്ളാൻ, ഹൈത്താന് ചുമരിന് ദില്ലില്ലായിരുന്നു, നിഴലില്ലായിരുന്നു. ആ അവസ്ഥയിലാണ് ഞങ്ങൾ പിരിഞ്ഞു പോയിരുന്നത് എന്നർത്ഥം. വാവുൽ ഹാലാണ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഞങ്ങൾ ജുമാ ദിവസം നിസ്കരിക്കും. സുമ്മലൻ അൻസരിഫ് വലൈസലിൽ ഹൈതാനി ദില്ലുൻ നസ്തദില്ലു ബിഹി ഞങ്ങൾക്ക് തണൽ കൊള്ളാൻ മാത്രം, മതിലുകൾക്ക് നിഴലില്ലാത്ത ആ അവസ്ഥയിൽ ഞങ്ങൾ പിരിഞ്ഞു പോകുമായിരുന്നു എന്ന്. ലനൻസരിഫു അത് മുഷ്കിൽ. ലനൻസരിഫ് പറഞ്ഞാൽ നൻസരിഫ് ആണ്, ലാമുണ്ട്. ലനൻസരിഫു എന്നില്ല, മുഷ്കിൽ. എൻ്റെ അടുത്തുള്ള നുസ്ഖ നിങ്ങളടുത്തുള്ള നുസ്ഖ ഭയങ്കര വ്യത്യാസമാണ്. സുമ്മ നൻസരിഫു വലൈസലിൽ ഹൈത്താനി ദില്ലുൻ നസ്തദില്ലു ബിഹി, ഇത് മുത്തഫഖുൻ അലൈഹി. വല്ലഫ്ദു ലിൽ ബുഖാരി അല്ലേ, വല്ലഫ്ദു ലിൽ ബുഖാരി. ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ സലമത്ത് ബിൻ അക്വയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണിത്. ഈ പദപ്രയോഗം ബുഖാരിയുടേതാണ്, ലഫ്ദ് ബുഖാരിയുടേതാണ്. എന്താ ഈ ഹദീസ് അറിയിക്കണത്? സലമ റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ റസൂലുള്ളാഹിയോടൊപ്പം ജുമാ ദിവസം ജുമാ നിസ്കരിക്കും, എന്നിട്ട് ഞങ്ങൾ പിരിഞ്ഞു പോകും. അപ്പോൾ മതിലിന് നിഴലുണ്ടായിരുന്നില്ല എന്നാണ്, തണൽ കൊള്ളാൻ മാത്രം നിഴലുണ്ടായിരുന്നില്ല എന്നാണ്. അപ്പോൾ ഹദീസ് അറിയിക്കണത് എന്താ? എന്തിനാണ് ഇബ്നു ഹജർ ഈ ഹദീസ് കൊണ്ടുവന്ന്? ജുമാ നിസ്കാരത്തിൻ്റെ സമയം അറിയിക്കാനാണ്. എപ്പോഴാണ് ജുമാ നിസ്കാരത്തിൻ്റെ സമയം തുടങ്ങുന്നത്? ളുഹർ ടൈമിലോ ദുഹാ ടൈമിലോ? ജുമാ നമസ്കാരത്തിൻ്റെ ഒടുക്കം ളുഹറിൻ്റെ ടൈമാണ്, അതിൽ ഇഷ്കാലില്ല. ളുഹറിൻ്റെ സമയം അവസാനിക്കുന്നത് എപ്പോഴാണോ അപ്പോഴാണ് ജുമയുടെ അവസാന സമയം. ളുഹറിൻ്റെ അവസാന സമയം ഏതാ? അസറിൻ്റെ സമയം തുടങ്ങുന്നതോടുകൂടിയാണ്. അപ്പോൾ അസർ നിസ്കാര സമയം തുടങ്ങുന്ന വരെയാണ് ജുമാൻ്റെ അവസാന സമയം, അതിൽ ഇഷ്കാലില്ല. അതേസമയം ജുമാൻ്റെ തുടക്ക സമയം എപ്പോഴാണ്? ജുമാൻ്റെ തുടക്ക സമയം അത് പെരുന്നാൾ നമസ്കാര സമയമാണ് എന്നാണ് ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെ പക്ഷം. പെരുന്നാൾ നമസ്കാര സമയം എപ്പോഴാണ്? പെരുന്നാൾ നമസ്കാരം തുടങ്ങുക? സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിൻ്റെ കതിർ കണ്ട് സൂര്യൻ ഉദിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പെരുന്നാൾ നമസ്കാര സമയം തുടങ്ങി. അപ്പോൾ പെരുന്നാൾ നമസ്കാര സമയം എപ്പോഴാണ് തുടങ്ങുന്നത്? അപ്പോഴാണ് ജുമാ നമസ്കാരത്തിൻ്റെ സമയം തുടങ്ങുന്നത്. അതാണ് ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെ പക്ഷം. എന്നാൽ ഭൂരിപക്ഷ പണ്ഡിതന്മാർ, അബു ഹനീഫ, മാലിക്, ഷാഫിഈ തുടങ്ങിയ ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ പക്ഷം ദുഹർ നിസ്കാരത്തിൻ്റെ സമയമാണ് ജുമാ നിസ്കാരത്തിൻ്റെ തുടക്ക സമയം. ദുഹർ എപ്പോഴാണ് തുടങ്ങുക? സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയാൽ. അപ്പോൾ സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയതിന് ശേഷം എന്ത് നിസ്കരിക്കാൻ പാടുള്ളൂ? ജുമാ നിസ്കരിക്കാൻ പാടുള്ളൂ, ജുമാൻ്റെ സമയം തുടങ്ങുള്ളൂ എന്നാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറഞ്ഞത്. പക്ഷേ ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞാൽ അതല്ല. പിന്നെയോ പെരുന്നാൾ നിസ്കാര സമയം മുതൽ എന്ത് ചെയ്യാം? ജുമാ തുടങ്ങാം എന്ന് പറഞ്ഞാൽ സവാൽ, സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റുന്നതിന് മുമ്പ് എന്ത് നിസ്കരിക്കാം? ജുമാ നമസ്കരിക്കാം. അതിനുള്ള തെളിവാണിത്. ഇവിടെ നോക്കി നിങ്ങൾ, റസൂലുള്ളാഹിയോടൊപ്പം ജുമാ നിസ്കരിക്കും. അതിന് മുമ്പ് ഖുതുബ, ജുമാ നിസ്കരിച്ചു, പിന്നെ ജുമാൻ്റെ സുന്നത്തൊക്കെ അല്ലേ, ഇതൊക്കെ നിസ്കരിച്ചിട്ടാണ് ആര് പോവുക? സഹാബികൾ പള്ളിക്കൊന്ന് പോവുക. എന്നിട്ട് പോകുമ്പോൾ ചുമരിന് നിഴലില്ലായിരുന്നു എന്നാണ്. ചുമരിന് നിഴലുണ്ട്. ഒരു ചുമരിന് രണ്ട് ഭാഗത്തേക്ക് നിഴലുണ്ടാവും അല്ലേ? സൂര്യൻ പടിഞ്ഞാറാണെങ്കിൽ കിഴക്ക് ഭാഗത്ത് നിഴലുണ്ടാവും, കിഴക്ക് ഭാഗത്താണെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തും നിഴലുണ്ടാവും. ഇവർ ജുമാ കഴിഞ്ഞ് പോകുമ്പോൾ നിഴലില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ സൂര്യൻ എവിടേക്കാറ്? മധ്യത്തിലാണ്. അപ്പോൾ എപ്പോഴാണ് ജുമാ നിസ്കരിച്ചിട്ടുണ്ടാകുക? ദുഹറിന് മുമ്പാണ്. മനസ്സിലായോ? ഇവിടെ ഞങ്ങൾക്ക് തണൽ കൊള്ളാൻ മാത്രം നിഴലുണ്ടായിരുന്നില്ല എന്നാണ്. അതാണ്
ഈ ഹദീസ് കൊണ്ടും ദുഹറിൻ്റെ ടൈമിൽ തന്നെയാണ് ജുമാ നിസ്കരിക്കേണ്ടവർ തന്നെ അവരും തെളിവിടിച്ച്. അവരെന്താ പറഞ്ഞാലോ, തണൽ കൊള്ളാൻ മാത്രം നിഴലുണ്ടായിരുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താ? ഇച്ചിരി നിഴലുണ്ട്, കുറച്ച് നിഴലുണ്ട് എന്നുള്ളതാണ്, കുറച്ച് നിഴലുണ്ട് എന്നുള്ളതാണ്. പക്ഷേ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റുന്നതിന് മുമ്പ് തന്നെ ജുമാ നിസ്കരിച്ചു എന്നുള്ളതിന് വേറെയും തെളിവുകൾ കാണാം. അതിൽ പെട്ടതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഞങ്ങൾ ജുമാ നിസ്കരിക്കും, എന്നിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഒട്ടകങ്ങളെ ഒട്ടകങ്ങളുടെ അടുക്കലേക്ക് പോയിട്ട് ഞങ്ങൾ ആ ഒട്ടകങ്ങളെ ഉച്ച സമയത്ത് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് കൂട്ടാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ കൊണ്ടുവരാറുണ്ടായിരുന്നു എന്നറിയിക്കുന്ന ഹദീസുകളുണ്ട്. മനസ്സിലായി? ഇമാം മുസ്ലിമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഹദീസുകൾ അറിയിക്കുന്നത് എന്താണ്? ഹദീസുകൾ അറിയിക്കുന്നത് ജുമാൻ്റെ സമയം അത് ദുഹറിന് മുമ്പ് തന്നെ, ദുഹറിൻ്റെ സമയമാകുന്നതിന് മുമ്പ് തന്നെ തുടങ്ങുന്നുണ്ട്, ആരംഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ അഭിപ്രായമാണ് അതിൽ ശരി. ഇവിടെ വേറെ ഹദീസും വരുന്നുണ്ട്, വേറെ ഹദീസ് ഇതിൽ വരുന്നുണ്ട് ഇമാം അഹ്മദിൻ്റെ അഭിപ്രായത്തെ ബലപ്പെടുത്തുന്ന രീതിയിൽ. ഈ ഹദീസ് ഏതാ പറഞ്ഞത്? ഇത് മുത്തഫഖുൻ അലൈഹി വല്ലഫ്ദു ലിൽ ബുഖാരി വഫി ലഫ്ദി ലി മുസ്ലിം. മുസ്ലിമിൻ്റെ മറ്റൊരു പദപ്രയോഗത്തിലുണ്ട്, മറ്റൊരു ഹദീസിലുണ്ട്, കുന്നാ നുജമ്മിഉ മഅഹു, കുന്നാ നുജമ്മിഉ മഅഹു, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ജുമാ നമസ്കരിക്കും. നുജമ്മിഉ എന്നാൽ ഞങ്ങൾ ജുമാ നിസ്കരിക്കും, മഅഹു നബിയോടൊപ്പം. അപ്പോൾ ഇദാ സാലത്തി ഷംസ്, സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയാൽ സുമ്മ നർജി, എന്നിട്ട് ഞങ്ങൾ മടങ്ങും, നത്ബഉൽ ഫൈഇനെ തുടർന്നുകൊണ്ട്, നത്ബഉ ഞങ്ങൾ അനുഗമിക്കും, അൽ ഫൈ അല്ലെങ്കിൽ നതതബ്ബ ഞങ്ങൾ അനുഗമിക്കും, പിന്തുടരും, അൽ ഫൈഇനെ. ഫൈ എന്ന് പറഞ്ഞാൽ എന്താ? ഫൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ച തിരിഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ നിഴലിന് പറയുന്ന പേരാണ് ഫൈ. ഉച്ച തിരിഞ്ഞതിന് ശേഷം ഒരു വസ്തുവിനുണ്ടാകുന്ന നിഴൽ ബില്ലുണ്ടല്ലോ, അതിന് പറയുന്ന പേരാണ് ഫൈ. ഉച്ചക്ക് മുമ്പ് നിഴലുണ്ടാവും, അതിന് ഫൈ എന്ന് പറയില്ല. ഉച്ച തെറ്റിയാൽ പിന്നെ ഒരു വസ്തുവിന് കാണുന്ന നിഴലിനാണ് എന്ത് പറയുക? ഫൈ എന്ന് പറയുക. അപ്പോൾ സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയാൽ ഞങ്ങൾ നബിയോടൊപ്പം ജുമാ നമസ്കരിക്കും, എന്നിട്ട് ഞങ്ങൾ മടങ്ങും, നത്ബഉൽ ഫൈഇനെ തുടർന്നുകൊണ്ട്. അപ്പോൾ എപ്പോഴാണ് ജുമാ നിസ്കരിച്ചിരുന്നത്? ഈ ഹദീസ് പ്രകാരം ജുമാ ദുഹറിന് ശേഷം നിസ്കരിക്കാൻ എന്നുള്ളതിന് ഇഷ്കാലൊന്നുമില്ല. സഹാബികൾ നിസ്കരിച്ചിരുന്നു, റസൂലുള്ളാഹി നിസ്കരിച്ചിരുന്നു, അതിന് തെളിവാണിത്. മനസ്സിലായോ? ജുമാ ദുഹറിന് ശേഷം നിസ്കരിക്കാം, അതിന് തെളിവുണ്ട്, റസൂലുള്ളാഹി നിസ്കരിച്ചിട്ടുണ്ട്, അതിന് പെട്ടാണ് ഈ തെളിവ്, ഈ ഹദീസ്. പക്ഷേ ദുഹറിൻ്റെ സമയമാകുന്നതിന് മുമ്പ് ജുമാ നിസ്കരിക്കാമോ? ജുമാ നിസ്കരിക്കാം. അപ്പോൾ ഇവിടെ ഈ ഹദീസ് ഉണ്ടല്ലോ, കുന്നാ നുജമ്മിഉ മഅഹു ഇദാ സാലത്തി ഷംസ് സുമ്മ നർജിഉ നത്ബഉൽ ഫൈ. ഇവിടെ ഇനി ഒരു ഹദീസ് നമ്മളിവിടെ എഴുതാൻ വിട്ടു, ഇവിടെ ചേർക്കണം. അത് സഹൽ ഇബ്നു സഅദിൽ നിന്നുള്ള ഹദീസാണ് അല്ലേ? വഅൻ സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു തആല അൻഹുമ. അതിലെന്താ അൻഹു എന്നുള്ളത്? അൻഹുമ എന്നുണ്ടോ? അൻഹുമ എന്ന് പറയാം, കാരണം സഹലും വാപ്പ സഅദും സഹാബികളാണ്. وعن سهل ابن سعد رضي الله تعالى عنهما قال ما كنا نتغدى ولا نقيل إلا بعد الجمعة. ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ആരിലാണ്? സഹൽ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു. സഹൽ ബിൻ സഅദ് അൽ അൻസാരി റളിയല്ലാഹു തആല, അദ്ദേഹം അൻസാരിയാണ്, ഖസ്റജിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് സഹൽ എന്നായിരുന്നില്ല, ഹസൻ എന്നായിരുന്നു. ഹസൻ റസൂൽ അങ്ങനത്തെ പേരൊക്കെ മാറ്റിയിട്ട് സഹൽ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സഈദ് ബിൻ മുസയ്യിബിൻ്റെ വല്യാപ്പാൻ്റെ പേര് പറഞ്ഞപ്പോൾ അത് ഹസൻ എന്നായിരുന്നു. റസൂൽ അത് മാറ്റിയിട്ട് സഹൽ ഇടാൻ പറഞ്ഞു, മൂപ്പര് കൂട്ടാക്കിയില്ല. പക്ഷേ ഇതും ഇദ്ദേഹത്തിൻ്റെ പേര് അങ്ങനെ തന്നെയാണ്. സഹൽ ഇബ്നു സഅദിൻ്റെ പേര് ഹസൻ ഇബ്നു സഅദ് ആയിരുന്നു. ഇപ്പോൾ റസൂൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചപ്പോൾ ആ പേര് മാറ്റിയിട്ട് സഹൽ എന്നിട്ട് സഹൽ ഇബ്നു സഅദ്. വാപ്പിയും മകനും സഹാബിയാണ്, അതുകൊണ്ടാണ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞത്. അൻ സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു ഖാൽ മാ കുന്നാ നതഗദ്ദ, അല്ലെങ്കിൽ മാ കുന്നാ നഖീൽ. എന്താ നതഗദ്ദ? ഞങ്ങൾ ഗദ കഴിച്ചിരുന്നില്ല. ഗദ എന്ന് പറഞ്ഞാൽ എന്താ? ഉച്ചഭക്ഷണത്തിനും പറയും, രാവിലത്തെ ഭക്ഷണത്തിനും ഗദ എന്ന് പറയും. ഗദ എന്ന് പറഞ്ഞാൽ രാവിലെ കഴിക്കുന്ന ഭക്ഷണത്തിനും പറയും, ഉച്ചക്ക് കഴിക്കുന്ന ഭക്ഷണത്തിനും പറയും. മാ കുന്നാ നതഗദ്ദ, ഞങ്ങൾ ഗദ കഴിക്കുമായിരുന്നില്ല. വല നഖീൽ, ഞങ്ങൾ ഖൈലൂല ഉറങ്ങുമായിരുന്നില്ല. നഖീൽ പറഞ്ഞാൽ എന്താ? ഖൈലൂല ഉറങ്ങുക.
എന്താ ഈ കൈലൂല? ഉച്ചയുറക്കം. അത് സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയതിന് ശേഷമാണ് ഉറക്കം. അപ്പം മാ കുന്നാ നഖീൽ, ഞങ്ങൾ കൈലൂല ഉറങ്ങുമായിരുന്നില്ല. വല നതഗദ്ദ, ഞങ്ങൾ ഗദ കഴിക്കുമായിരുന്നില്ല. ഇല്ല ബഅദൽ ജുമുഅ, ജുമുഅക്ക് ശേഷമല്ലാതെ. അപ്പോൾ ജുമുഅ സ്കെച്ചതിന് ശേഷമാണ് ഗദ കഴിച്ചിരുന്നത്, കൈലൂല ഉറങ്ങിയിരുന്നത്. ദുഹുറുണ്ടല്ലോ, ചൂടാകണ ആ സമയം, ആ ടൈമിലാണ് വിശ്രമിക്കുക വന്നിട്ട്. അതുവരെ ജോലി. ഫജ്ർ ഇന്നത്തെ മാതിരിയല്ല, ഫജ്ർ കഴിഞ്ഞാൽ ഉറങ്ങൂല. ഫജ്ർ കഴിഞ്ഞാൽ തൂൽ ജോലിയാണ്. ജോലി കഴിഞ്ഞ് സൂര്യൻ ചൂടാകുന്ന ടൈം ആകുമ്പോഴത്തേക്ക് ഗദ ആയി, പിന്നെ കൈലൂലയായി, ഉറക്കായി. അപ്പോൾ പിന്നെ ആ കൈലൂല അവർ ഉറങ്ങിയിരുന്നത് ജുമുഅക്ക് ശേഷം എന്നാണ്. അപ്പോൾ ആ ഹദീസും എന്താണ്, സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റുന്നതിന് മുമ്പ് എന്താവാം, ജുമുഅ നിസ്കരിക്കാം എന്നുള്ളതിന് തെളിവാണ്. ഇത് പിന്നെ മുത്തഫഖുൻ അലൈഹി വൽ ലഫ്ദു ലി മുസ്ലിം അല്ലേ, ബുഖാരി മുസ്ലിമും സഹൽ ഇബ്നു സഅദിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഈ പദപ്രയോഗം മുസ്ലിമിൻ്റേതാണ്. പിന്നെ ഉണ്ടല്ലോ, വെള്ളിയാഴ്ചയും ജുമുഅയും ഒന്നിച്ച് വന്നാൽ, വെള്ളിയാഴ്ചയും ജുമുഅ ഒന്നിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ജുമുഅ അപ്പം എന്ത് ചെയ്യുക? വെള്ളിയാഴ്ച സഫറ, പെരുന്നാളും വെള്ളിയാഴ്ചയും അല്ലേ, പെരുന്നാളും വെള്ളിയാഴ്ചയും ഒന്നിച്ച് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? പിന്നെ ജുമുഅയെ പെരുന്നാൾ ഉണ്ടല്ലോ, പിന്നെ ഒരു നിസ്കാരം മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യും? ആദ്യ സമയം കുറച്ച്, പിന്നെ ആദ്യ സമയമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ വെള്ളിയാഴ്ച ദിവസം പെരുന്നാൾ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് വൈകി പുറപ്പെടും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെരുന്നാൾ നിസ്കരിക്കും. എന്നിട്ട് ഇളവ് നൽകിയിരുന്നു എന്നാണ്. പെരുന്നാൾ നിസ്കരിക്കുന്നവർക്ക് ജുമുഅയിൽ ഇളവ് നൽകിയിരുന്നു എന്നുള്ളതാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെ അഭിപ്രായം അത് പിന്നെ തെളിവിനോടൊത്ത അഭിപ്രായം തന്നെയാണ്. ഭൂരിപക്ഷ പണ്ഡിതന്മാരങ്ങനെ ഇല്ല, അത് പാടില്ല എന്നുള്ളതാണ്. സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയതിന് ശേഷം ജുമുഅ ആകാവൂ എന്നുള്ളതാണ് അഭിപ്രായം. അടുത്ത ഹദീസ് ഇതിൽ ബാക്കിയുണ്ടോ? വഫി റിവായ ഫി അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ മാ കുന്നാ നതഗദ്ദ വലാ നഖീൽ ഇല്ലാ ബഅദൽ ജുമുഅ എന്നല്ലേ. അവിടെ ഫി അഹദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ. ഇവിടെ മാ കുന്ന ഞങ്ങളായിരുന്നില്ല എന്ന് പറയുന്നത് സഹൽ ബിൻ സഅദാണ്. അപ്പോൾ സഹൽ ബിൻ സഅദ് പറയുന്നത് ഞങ്ങൾ ഗദ കഴിച്ചിരുന്നതും കൈലൂല ഉറങ്ങിയിരുന്നതും ജുമുഅക്ക് ശേഷം എന്ന്. റസൂലുള്ളാഹിൻ്റെ വിയോഗ നാളിലല്ല, വിയോഗശേഷമല്ല, പിന്നെ റസൂലുള്ളാഹി ജീവിച്ച കാലഘട്ടത്തിൽ എന്നുള്ളതാണ് അവിടെ ആ റിവായത്ത് പറയുന്നത്. അതും ബുഖാരിൻ്റെ മുസ്ലിമിൻ്റെ റിവായത്ത് തന്നെയാണ് അല്ലേ. തയ്യിബ്, അടുത്ത ഹദീസ് ജാബിറിൻ്റെ ഹദീസ് അല്ലത്. അൻ ജാബിർ റളിയല്ലാഹു തആല അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖ്തുബു ഖായിമൻ فجاءت عير من الشام فانفتل الناس إليها حتى لم يبق إلا 12 رجلا. ഇവിടെ അർദിയിലെങ്കിലും ഇസ്നൈന്നുണ്ടോ? ഇസ്ന എന്നാണോ ഇസ്നൈ എന്നാണോ? ഇസ്ന അലിഫാണോ യാ ആണോ? അലിഫ്. റവാഹു മുസ്ലിം അല്ലേ, ഹദീസ് മുസ്ലിമിൻ്റെ. അൻ ജാബിർ റളിയല്ലാഹു അൻഹു, ജാബിർ ബിൻ അബ്ദുല്ലയിൽ നിന്ന് നിവേദനം. ഖാല, അദ്ദേഹം പറയാണ്, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖ്തുബു ഖായിമൻ, നിന്നുകൊണ്ടായിരുന്നു റസൂലുള്ളാഹി ഖുതുബ പറഞ്ഞിരുന്നത്. കാന യഖ്തുബു ഖായിമൻ, നിന്നുകൊണ്ട് ഖുതുബ പറയുമായിരുന്നു. ഫജാഅത് ഈറുൻ, അപ്പോൾ ഒരു ഈർ വന്നു. ഈർ എന്ന് പറഞ്ഞാൽ ഭാരം വഹിക്കുന്ന ഒട്ടകത്തിനെ പറയാം. എന്ന് പറഞ്ഞാൽ സ്വാർത്ഥവാഹക സംഘം, കച്ചവട സംഘം വന്നു. ഫജാഅത് ഈറുൻ, ഒരു ഈർ വന്നു. ഇവിടെ ഉദ്ദേശം കച്ചവട സംഘം. എവിടുന്ന് വന്നു? മിന ഷാം, സിറിയയിൽ നിന്ന്. ഫംഫതല الناس ഇലൈഹാ, അപ്പോൾ ജനങ്ങളൊക്കെ എന്ത് ചെയ്ത് ആ ഈറിൻ്റെ അടുക്കലേക്ക്, ആ കച്ചവട സംഘത്തിലേക്ക് പിരിഞ്ഞുപോയി. ഇംഫതല എന്ന് പറഞ്ഞാൽ ഇൻസറഫ, പിരിഞ്ഞുപോയി. ഫംഫതല الناس ഇലൈഹാ, ആ കച്ചവട സംഘത്തെ നോക്കിയിട്ട് ജനങ്ങളൊക്കെ, സഹാബത്തൊക്കെ എന്ത് ചെയ്ത് പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ ഖുതുബ പറയാണ്. അപ്പോൾ ജനങ്ങൾ ഈ കച്ചവട സംഘത്തിന് നേരെ പോയി. ഹത്താ ലം യബ്ഖ
എത്രത്തോളം എന്ന് വെച്ചാൽ ലം യബ്ഖ ഇല്ല ഇസ്ന അഷറ റജുല, ലം യബ്ഖ ശേഷിച്ചില്ല ഇല്ല ഇസ്ന അഷറ റജുല, എത്ര 12 ആളുകളല്ലാതെ. 12 ആളുകളല്ലാത്ത ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്ത് പോയി, പോയി. എന്തിനാ ഇബ്നു ഹജർ ഈ ഹദീസ് ഇവിടെ കൊണ്ടുവന്ന്? ജുമുഅ സംഘടിതമാകാൻ, സാധുവാകാൻ എത്ര ആളുകൾ വേണം? അപ്പോൾ 12 ആളുകളെയും കൊണ്ട് റസൂൽ എന്ത് ചെയ്തിട്ടുണ്ട്? ജുമുഅ നിസ്കരിച്ചിട്ടുണ്ട്. മനസ്സിലല്ലേ? അപ്പോൾ അത് അറിയിക്കാനാണ്. പിന്നെ ഇത്ര എണ്ണം എന്ന് ഷർത്തില്ല, ഇത്ര എണ്ണം 40 എണ്ണം എന്നോ അല്ലെങ്കിൽ ഇത്ര എണ്ണം എന്നുള്ളത് ഷർത്തില്ല. 12 ആളുകളെ കൊണ്ട് റസൂൽ എന്ത് ചെയ്തിട്ടുണ്ട്? ജുമുഅ നിസ്കരിച്ചിട്ടുണ്ട് എന്നുള്ളത് അറിയിക്കാനാണ് ഇത് ഇവിടെ കൊണ്ടുവന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന യഖ്തുബു ഖായിമൻ നിന്നായിരുന്നു ഖുതുബ പറഞ്ഞിരുന്നത്. അപ്പോഴാണ് ഈർ വന്നത്. സിറിയയിൽ നിന്നാണ് ഈർ വന്നത്. ആ കച്ചവട സംഘം, ഈർ എന്ന് പറഞ്ഞാൽ ഭാരം വഹിക്കണ ഒട്ടകത്തിനാണ് പറയാം. പക്ഷേ പിന്നെ അന്നത്തെ കച്ചവട സംഘത്തെ കൊണ്ടുവന്നിരുന്നത്, കച്ചവട ചരക്കിനെ കൊണ്ടുവന്നിരുന്നത് മിക്കവാറും ഒട്ടകങ്ങളാണ്. അതുകൊണ്ടാണ് ആ പ്രയോഗം. അന്ന് കച്ചവട സംഘം വരുമ്പോൾ ഇങ്ങനെ നല്ല പിന്നെ ഒച്ചയും വിളിയിട്ടുണ്ട് ബഹളം വെച്ചിട്ടാണ് വരിക, മുട്ടും വിളിയൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്ത്, ഫൈദ അല്ലേ, പിന്നെ യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ഇല സ്വലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്അഉ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ ഫഇദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറു ഫിൽ അർദി വബ്തഗു മിൻ ഫദ്ലില്ലാഹി വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ വഇദാ റഅൗ തിജാറതൻ ഔ ലഹ്വൻ ഇൻഫദ്ദു ഇലൈഹ. ഒരു കച്ചവട ചരക്ക് അവർ കണ്ടു, അല്ലെങ്കിൽ ഒരു ലഹ്വ് കണ്ട്. ലഹ്വ് പറഞ്ഞാൽ എന്താ? ലഹ്വ് പറഞ്ഞാൽ വിനോദങ്ങൾ, അല്ലെങ്കിൽ പിന്നെ സംഗീതം, മുട്ടും വിളിയെന്നൊക്കെ പറയാം. അതവർ കണ്ടാൽ തറക്കൂക ഖായിമൻ, നിങ്ങളെ നിൽക്കുന്ന അവസരത്തിൽ അവർ വിട്ടേക്കും. എന്നിട്ട് അവർ തിജാറയിലേക്കും ലഹുവിലേക്കും പോകുന്നതാണ്. അവിടെ ലഹുവ് പറയാൻ കാരണം അതാണ്. കച്ചവട സംഘം മാത്രമേ വരുന്നത്, ഇത് വരുന്ന അറിയിച്ചു കൊണ്ടുവന്നുണ്ട്. ഭയങ്കര ബഹളം, മുട്ടും വിളിയുണ്ട്. ഏതായാലും പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്ത് ശേഷിക്കുന്നവരെ കൊണ്ട് ജുമുഅ നിസ്കരിച്ചു. ഇസ്ലാമിൻ്റെ ആദ്യ കാലമാണിത്. മാത്രമല്ല മദീനയിൽ വലിയ വറുതിയാണ്. ഒരു സ്വാർത്ഥ കച്ചവട സംഘം വരുമ്പോൾ വേഗം പോയിട്ട് സാധനങ്ങൾ കൊണ്ടില്ലെങ്കിൽ പിന്നെ കിട്ടൂല. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ആളുകൾ അന്നത്തെ ആ സാഹചര്യത്തിൽ എഴുന്നേറ്റ് പോയിട്ട് അവർ വാങ്ങിയത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ജുമുഅയുടെ അവസാനത്തിൽ ഈ ആയത്ത് ഇറക്കിയതോട് കൂടിയിട്ട് പിന്നെ അവർക്ക് എന്ത് ചെയ്തില്ല, ആ ഒരു സ്വഭാവം ഉണ്ടായിട്ടില്ല. ഹദീസ് ഇമാം മുസ്ലിമിൻ്റേതാണ്. അടുത്ത ഹദീസ് ജാബിർ ബിൻ സമുറ, അബ്ദുല്ലാഹി ഇബ്നു ഉമറിൻ്റെ ഹദീസ് അല്ലേ. عن عبد الله بن عمر رضي الله تعالى عنهما قال قال رسول الله صلى الله عليه وسلم من أدرك ركعة من صلاة الجمعة وغيرها فليضيف إليها أخرى وقد تمت صلاته من أدرك ركعة من صلاة الجمعة وغيرها فليضيف إليها أخرى وقد تمت صلاته رواه النسائي وابن ماجه والدارقطني والسند له واللفظ له വൈസ്നാദുഹു സഹീഹുൻ വഖവ്വ അബൂ ഹാത്തിം ഇർസാലഹു. അല്ലേ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ അദറക റകഅതൻ മിൻ സലാത്തിൽ ജുമുഅ, മൻ അദറക റകഅതൻ, ഒരാൾക്ക് റകഅത്ത് കിട്ടിയാൽ, മിൻ സലാത്തിൽ ജുമുഅ, ജുമുഅ നമസ്കാരത്തിൽ നിന്ന്, വഗൈരിഹ, എന്താ വഗൈരിഹ, ജുമുഅ അല്ലാത്ത നമസ്കാരങ്ങളിൽ നിന്നും, ജുമുഅ നമസ്കാരത്തിൽ നിന്നും ജുമുഅ അല്ലാത്ത നമസ്കാരത്തിൽ നിന്നും ഒരാൾക്ക് ഒരു റകഅത്ത് കിട്ടിയാൽ ഫൽയുദിഫ് ഇലൈഹ ഉഖ്റ, എന്താ ഫൽയുദിഫ് ഇലൈഹ ഉഖ്റ, അതിലേക്ക് അവൻ മറ്റൊരു റകഅത്ത് കൂടി ചേർക്കട്ടെ. ഫൽയുദിഫ് ഇലൈഹ, ആ കിട്ടിയ റകഅത്ത് ഉണ്ടല്ലോ അതിലേക്ക് ഒരു റകഅത്ത് കൂടി അവൻ ചേർക്കട്ടെ. വഖദ് തമ്മത് സലാത്തുഹു, അവൻ്റെ സലാത്ത് പൂർത്തിയായിരിക്കുന്നു. അപ്പോൾ ജുമുഅയിൽ നിന്ന് ഒരു റകഅത്ത് ഒരാൾ കിട്ടിയാൽ മറ്റൊരു റകഅത്ത് കൂടി നിസ്കരിച്ചിട്ട് അവൻ എന്ത് ചെയ്യണം, അവന് നിസ്കാരം ജുമുഅ പൂർത്തിയാക്കണം. അപ്പോൾ അവൻ്റെ നിസ്കാരം പൂർത്തിയായി. ഒരാൾ ജുമുഅയിൽ ഒരു റകഅത്തായി കിട്ടിയിട്ടില്ലെങ്കിലോ, ജുമുഅയിൽ ഒരു റകഅത്തായി കിട്ടിയില്ല, അപ്പോഴോ ഫൽയുസല്ലിഹ അർബഅ, 4 റകഅത്ത് ദുഹർ നിസ്കരിക്കണം. ജുമുഅയിൽ ഒരു റകഅത്തിനാക്കി കിട്ടി എങ്കിൽ അയാൾ ഒരു റകഅത്ത് കൂടി നിസ്കരിച്ചാൽ അയാളുടെ തമ്മത്ത് സലാത്ത് നിസ്കാരം ജുമുഅ ആയിട്ട് പൂർത്തിയായി. ഒരാൾക്ക് ജുമുഅയിൽ ഒരു റകഅത്ത് കിട്ടിയില്ല,
അതിൻ്റെ ഉദാഹരണം എങ്ങനെ? ഒരു റക്കായത്ത് കിട്ടില്ല. രണ്ടാമത്തെ റക്കായത്തിൽ അത്തഹിയാത്തിലാണ് ചെന്നിരിക്കുന്നത്. അപ്പോൾ അയാൾക്ക് റക്കായത്ത് കിട്ടുമോ? കിട്ടൂല. അപ്പോൾ അയാൾ എന്ത് ചെയ്യട്ടെ? അയാൾ പിന്നെ 4 റക്കായത്ത് നിസ്കരിക്കട്ടെ, 4 റക്കായത്ത് നിസ്കരിക്കട്ടെ എന്നുള്ളതാണ്. അതൊരു ഇഷ്കാലാണ് അല്ലേ? ഒരാൾ അത്തഹിയാത്തിനിരിക്കുമ്പോൾ ഇഷ്കാലില്ല, അത്തഹിയാത്തിനിരിക്കുമ്പോൾ ഇഷ്കാലില്ല. കാരണം എന്താ? അവസാനത്തിലാണെന്ന് മനസ്സിലാക്കാം. പക്ഷെ ഒരാൾ എഴുത്തിദാലിലാണ്, റുക്കൂയിലാണ്, എഴുത്തിദാലിലാണ്. ഇത് ഒന്നാമത്തെ റക്കായത്താണോ രണ്ടാമത്തെ റക്കായത്താണോ അയാൾക്കറിയില്ല. ഒന്നാമത്തെ റക്കായത്തിലാണ് എങ്കിൽ ജുമാൻ്റെ നിയ്യത്ത വെക്കേണ്ടത്, രണ്ടാമത്തെ റക്കായത്തിലാണ് എങ്കിൽ ദുഹറിൻ്റെ നിയ്യത്ത വെക്കേണ്ടത് അല്ലേ? ഈ ആദ്യം മനസ്സിലാക്കേണ്ടത് റക്കായത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റുക്കൂ കൂടിയാണ്. അതിലൊക്കെ റക്കായത്ത് എന്ന് പറഞ്ഞാൽ റുക്കൂ കിട്ടിയാൽ കാരണം എന്താ? റുക്കൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടി? റക്കായത്ത് കിട്ടി. ഇമാം റുക്കൂയിൽ നിന്ന് തല ഉയർത്തുന്നതിന് മുമ്പ് റുക്കൂയിൽ തുടർന്ന റക്കായത്ത് കിട്ടി. അപ്പോൾ റുക്കൂയിൽ തുടർന്നിട്ടുണ്ട് എങ്കിൽ ഒരു റക്കായത്ത് കൂടി നിസ്കരിച്ചിട്ട് നിസ്കാരം പൂർത്തിയാക്കാനാണ് പറഞ്ഞത്, ജുമാ പൂർത്തിയാക്കാനാണ് പറഞ്ഞത്. അതില്ല എങ്കിൽ ഹദീസിൽ വന്നിട്ടുണ്ട് ഇമാമിനെ റുക്കൂയിൽ തുടരാൻ പറ്റിയിട്ടില്ലെങ്കിൽ 4 റക്കായത്ത് നിസ്കരിക്കണം, 4 റക്കായത്ത് നിസ്കരിക്കണം, ദുഹർ നിസ്കരിക്കണം. അപ്പോൾ നീയതെങ്ങനെ ദുഹറൊക്കെ അഥവാലത്ത് ഇത് ജുമയാണെങ്കിലോ? ഒരാൾ ഓടിയോ പാഞ്ഞു വന്ന്, ഇപ്പോൾ മുസല്ലായിട്ട് പാഞ്ഞു തരണില്ലേ, അതേപോലെ ഒരാൾ പാഞ്ഞു വന്ന് ഒരാൾ വന്ന് അയാൾക്കറിയില്ല അത് ഒന്നാമത്തെ റക്കായത്താണ് രണ്ടാമത്തെ റക്കായത്താണ്, ഇമാമ് സുജൂദിലാണ് അല്ലെങ്കിൽ എഴുത്തിദാലിലാണ് അല്ലെങ്കിൽ റുക്കൂയിലാണ്. മനസ്സിലായില്ലേ? ഒന്നാമത്തെ റക്കായത്താണ് എങ്കിൽ അയാൾ എന്ത് നിയ്യത്ത വെക്കേണ്ടത്? ജുമയാണ് വെക്കേണ്ടത്. രണ്ടാമത്തെ റക്കായത്താണെങ്കിൽ വെക്കേണ്ടത് എന്താണ്? ദുഹറാണ്. പക്ഷെ ഇതറിയാത്ത ഒരാൾ എന്ത് ചെയ്യും? വെയിറ്റ് ചെയ്ത് ജുമ സലാം വിട്ടതിന് ശേഷം നിങ്ങൾ എന്തേ നിസ്കരിച്ച് ചോദിക്കുക. അതിന് പണ്ഡിതന്മാർ പറയുന്നത് ആ ടൈമിലെ ഫറള് തനിക്ക് ഏതാണ് ആ നിയ്യത്ത് വെക്കുക. ആ സമയം എനിക്കെന്താണ് ഫറള് അതിനെ നിയ്യത്ത് വെക്കുക. ജുമയാണെങ്കിൽ ജുമ, ദുഹറാണെങ്കിൽ ദുഹർ. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇവർക്കാർക്ക് മനസ്സിലായിട്ടില്ല. ഒരാൾ വൈകിയാണ് വന്നത് എങ്കിൽ അയാൾക്ക് എന്താണ് ഫറള്? ദുഹറാണ്. അല്ല നേരത്തെയാണ് വന്നെങ്കിൽ അയാൾക്ക് എന്താ ഫറള്? ജുമയാണ്. അപ്പം ഏതാണ് തനിക്ക് ഫറളായിട്ടുള്ളത് അതിൻ്റെ നിയ്യത്ത് വെക്കുക, എന്നിട്ട് ശരിയാ. അപ്പോൾ ദുഹറാണിയെങ്കിൽ ദുഹർ പൂർത്തിയാക്കുക, ജുമയാണെങ്കിൽ ജുമ പൂർത്തിയാക്കുക. അറിയുമെങ്കിൽ ഇഷ്കാലില്ല. ഒരാൾ എന്ത് ചെയ്ത് ഒരു റക്കായത്ത് നിസ്കരിക്കേണ്ട കണ്ടിട്ട് രണ്ടാമത്തെ റക്കായത്തിലാണെങ്കിൽ അയാൾ ദുഹറാണ് നിസ്കരിക്കേണ്ടത്. അതേസമയം തുടക്കത്തിലാണെങ്കിൽ അയാൾ ജുമയാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. അതറിയില്ല എങ്കിൽ ഏതാണ് ആ സമയത്ത് തൻ്റെ മേൽ ഫറള് ആ നിയ്യത്താണ് ചെയ്യേണ്ടത്. അത് ദുഹറാണെങ്കിൽ ദുഹർ, ജുമയാണെങ്കിൽ ജുമ. ഇനി അതിൻ്റെ മാത്രം ഇഷ്കാലല്ല. ഇപ്പോൾ ആരാ പറയാ എന്ന് പറഞ്ഞാണ്, അറിഞ്ഞാലെന്ന് പറഞ്ഞാണ്. അല്ല, ഒരാൾക്കത് അറിയില്ല എന്ന് വെക്കുക. ഒരാൾക്ക് അറിയില്ല ഇതിപ്പോൾ പിന്നെ ഞാൻ ജുമയാണ് നിയ്യത്ത് ചെയ്യേണ്ടത് ദുഹറാണോ നിയ്യത്ത് അറിയില്ല. കാരണം എന്താണ്? ഇത് പിന്നെ ഇമാമിൻ്റെ ഒന്നാമത്തെ റക്കായത്താണോ രണ്ടാമത്തെ റക്കായത്താണോന്ന് അറിയില്ല. അങ്ങനത്തെ ഒരു അവസരത്തിൽ എന്താ നിയ്യത്ത് ചെയ്യേണ്ടത്? അതുപോലത്തെ ഇപ്പോൾ ജുമയാണെങ്കിലോ അത് പറയില്ല, അങ്ങനെ പറ്റില്ല. ആ സമയത്ത് തൻ്റെ മേൽ അള്ളാഹു എന്താണോ ഫറലാക്കിയത് ആ നിയ്യത്താണ് ചെയ്യേണ്ടത്. പറഞ്ഞ അപ്പോൾ കൊണ്ട ഈ സമയത്ത് ഫറൽ ഏതാണ് അതാണ്. അത് ദുഹറാണെങ്കിൽ ദുഹർ, ജുമയാണെങ്കിൽ ജുമ, ഏതാണോ അത്. വേണ്ട, രണ്ടാലും ഒന്നാണ്. അല്ല, പറയേണ്ടതില്ല, നിയ്യത്ത് ചെയ്യേണ്ടതാണ്. മനസ്സിൻ്റെ പറച്ചിൽ പറയാൻ പാടില്ല. മുസല്ലി ഫർദ ദുഹർ ഫർദൽ ജുമ എന്ന് പറയാൻ പാടില്ല. ജുമയല്ലല്ലോ, ദുഹറല്ലേ. മുസാഫറിന് മരീദിനൊന്നും ജുമ നിർബന്ധമല്ല. അത് മനസ്സിലായപ്പാ? ഇവിടെ ഇതേപോലെ തന്നെയാണ്. ജുമയിൽ നിന്ന് ഒരു റകഅത്ത് ലഭിച്ചാൽ വഗൈരിഹ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മറ്റു നിസ്കാരങ്ങളിൽ നിന്നും ഇങ്ങനെ തന്നെയാണ്. റുക്കൂയിലാണ് ഇമാമിനെ തുടരുന്നത് എങ്കിൽ ഒരു റകഅത്ത് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ ഫൽയുദീഫ് ഇലൈഹ ഉഖ്റ, അതിലേക്ക് മറ്റേത് ചേർക്കുക, ശേഷിക്കണത് ചേർക്കുക, എന്നിട്ട് അങ്ങനെ നിസ്കരിക്കുക. വഖത്തമ്മത്ത് സലാത്തു, അവൻ്റെ നിസ്കാരം പൂർണ്ണമാണ്. മനസ്സിലായല്ലേ? ഒരു റകഅത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ
മറ്റ് റക്അത്തുകൾ ചേർത്തിട്ട് നിസ്കാരം പൂർത്തീകരിക്കുകയാണ് വേണ്ടത്. റവാഹു അൻ-നസായി വഇബ്നു മാജ, ഇമാം നസായിയും ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വദ്ദാറഖുത്നി, ദാറഖുത്നിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വല്ലഫ്ദു ലഹു, ഇമാം ദാറഖുത്നിയുടേതാണ് ഈ ഹദീസിൻ്റെ ലഫ്ദ് പദപ്രയോഗം അല്ലേ. ഇസ്നാദുഹു സഹീഹ്, ഇതിൻ്റെ ഇസ്നാദ് സഹീഹാണ്. വലാകിൻ ഖവ്വ അബൂ ഹാത്തിം ഇർസാലഹു, ഇമാം അബൂ ഹാത്തിം ഇത് മുർസലാണ് എന്നതിനെയാണ് ബലപ്പെടുത്തിയത്. പിന്നെ ഈ ഹദീസ് മുർസലാണ്, താബിഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇമാം ഉള്ള ആ രീതിയിലുള്ള ഹദീസാണ് എന്നതാണ് അബൂ ഹാത്തിം ബലപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ അത് അബൂ ഹാത്തിമിൻ്റെ ആ നിരീക്ഷണം ശരിയല്ല. അബൂ ഹാത്തിമിൻ്റെ പ്രത്യേകതയാണ് അതേ അല്പം ഹദീസ് മുർസലാണ് എന്ന് വിധിക്കുന്ന പണ്ഡിതരിൽപ്പെട്ടതാണ്. പക്ഷേ ഹദീസ് മുത്തസിലായിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, മുത്തസിലായിട്ട് തന്നെ സഹീഹായി വന്നിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമറിൽ നിന്നും മറ്റൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ആ ഹദീസ് നസായിയും ഇബ്നു മാജയും ദാറഖുത്നിയും റിപ്പോർട്ട് ചെയ്ത ഹദീസ് വേറെ എന്ന് എൻ്റെ ധാരണ. ഇപ്പോൾ മനസ്സിലായി. ഇനി അടുത്ത ഹദീസ് ജാബിർ ബിൻ സബ്റൻ്റെ ഹദീസല്ലേ, 54 അല്ലേ. അൻ ജാബിർ ബിൻ സമുറ റളിയല്ലാഹു തആല അൻഹു ഖാൽ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖ്തുബു ഖായിമൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്നുകൊണ്ടായിരുന്നു ഖുതുബ പറഞ്ഞിരുന്നത്. യജ്ലിസു, റസൂലുള്ളാഹി ഇരിക്കും, സുമ്മ യഖൂം, എന്നിട്ട് നിൽക്കും, ഫയഖ്തുബു ഖായിമൻ, നിന്നുകൊണ്ട് റസൂലുള്ളാഹി ഖുതുബ പറയും. ഫമൻ അംബഅക അന്നഹു കാന യഖ്തുബു ജാലിസൻ, റഹ്മക്കല്ലാഹ്, ഫമൻ അംബഅക, വല്ലവരും നിങ്ങളോട് പറഞ്ഞാൽ, അന്നഹു കാന യഖ്തുബു ജാലിസൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്നു കൊണ്ടായിരുന്നു ഖുതുബ പറഞ്ഞിരുന്നത് എന്ന് നിങ്ങളോട് വല്ലവരും പറഞ്ഞാൽ, ഫഖദ് കദബ്, അവൻ കളവ് പറഞ്ഞു. അത് ശരിയല്ല. റസൂലുള്ളാഹി ഇരുന്നു കൊണ്ടായിരുന്നില്ല ഖുതുബ പറഞ്ഞിരുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്നുകൊണ്ടായിരുന്നു ഖുതുബ പറഞ്ഞിരുന്നത്. ഇത് ജാബിർ ബിൻ സമുറയിൽ നിന്നുള്ള ഹദീസാണ്. ജാബിർ ബിൻ സമുറ നമുക്ക് വന്ന റാവിയാണ്. ജാബിർ ബിൻ സമുറ, അദ്ദേഹം അസ്വാഇ അൽ ആമിരി റളിയല്ലാഹു തആല അൻഹു. ഈ ജാബിർ ബിൻ സമുറ അദ്ദേഹം പറയാൻ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും, റസൂലുള്ളാഹി ഇങ്ങനെ പിന്നെ അദ്ദേഹത്തിൻ്റെ കവിളിൽ ഇങ്ങനെ തലോടിയിരുന്നു എന്നാണ്. ഇങ്ങനെ കവിളിങ്ങനെ കൈ ഓടിച്ചിരുന്നു എന്ന്. അങ്ങനെ ആ കവിള് റസൂലുള്ളാഹി തൊട്ട ഭാഗം ഒരു പ്രത്യേക ഭംഗിയായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെത്. ജാബിർ ഇബ്നു സമുറ അസ്വാഇ റളിയല്ലാഹു അൻഹു. ഹിജ്റയുടെ 70 ശേഷമാണ് അദ്ദേഹത്തിൻ്റെ മരണം. 76 പറയപ്പെട്ടിട്ടുണ്ടാവും. പിന്നെ അൻ ജാബിർ ഇബ്നു സമുറത റളിയല്ലാഹു തആല അൻഹു ഖാൽ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖ്തുബു ഖായിമൻ യജ്ലിസു സുമ്മ യഖൂം ഫയഖ്തുബു ഖായിമൻ ഫമൻ അംബഅക അന്നഹു കാന യഖ്തുബു ജാലിസൻ ഫഖദ് കദബ്. റവാഹു മുസ്ലിം അല്ലേ, അഖ്റജഹു മുസ്ലിം, മുസ്ലിമിൻ്റെ ഒരു ഹദീസാണ്. അപ്പോൾ ഖുതുബ നിന്നുകൊണ്ടാണ് നിർവഹിക്കേണ്ടത് എന്ന് ഈ ഹദീസിൽ തെളിവുണ്ട്. 2 ഖുതുബയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചിരുന്നത്, അതിനിടയിൽ ഇരിക്കുമായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇനിയും ജുമുഅയുമായി ബന്ധപ്പെട്ടുള്ള ഹദീസുകളാണ്. അപ്പോൾ അതിൽ മസലകൾ വേറെ വരും. അപ്പോൾ നമുക്ക് അവിടെ കൂടുതൽ വിശദീകരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മിമ്പർ പിന്നെ അതിൻ്റെ ഒന്നും ശേഷിക്കണില്ല. ഇന്നിപ്പോൾ മിമ്പർ, റസൂലുള്ളാഹിൻ്റെ മിമ്പർ 3 സ്റ്റെപ്പായിരുന്നു. ഒരു സ്റ്റെപ്പിൽ റസൂലുള്ളാഹി കയറി നിൽക്കും, രണ്ടാമത്തേൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേപോലെ നിന്നിരുന്നു, മൂന്നാമത്തെ റസൂലുള്ളാഹി ഇരുന്നിരുന്നു. അങ്ങനെ 3 സ്റ്റെപ്പായിരുന്നു. ഒന്നുമേ കയറും, രണ്ടാമത്തേമേ നിൽക്കും, അങ്ങനെ മൂന്നാമത്തേമേ ഇരിക്കും. ഇങ്ങനെയായിരുന്നു റസൂലുള്ളാഹിൻ്റെ 3 പിന്നെ മിമ്പറുകൾ, 3 സ്റ്റെപ്പുകൾ. മനസ്സിലായില്ലേ? അത് ആ സ്ത്രീയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് പറഞ്ഞ, ഞാൻ അതിൻ്റെ ചരിത്രം പറഞ്ഞല്ലോ. പിന്നെ മിമ്പർ പിന്നെ ഇന്ന് 12 സ്റ്റെപ്പാണ്, അതോ 10 സ്റ്റെപ്പ്? 12 സ്റ്റെപ്പായി. അത് പിൽക്കാലത്ത് തുർക്കികളുടെ ഒക്കെ കാലഘട്ടത്തിലാണ് ആ മിമ്പർ അങ്ങനെ വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ മഹദി ഉണ്ടാക്കി കൊടുത്ത മിമ്പർ മസ്ജിദുൻ നബവിയിൽ തീപിടുത്തം വന്നിരുന്നു. ആ തീപിടുത്തത്തിൽ ആ മിമ്പർ കരിയുന്നത് വരെ ആ മിമ്പർ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. 3 സ്റ്റെപ്പ് മിമ്പറിന് ഉണ്ടാകുക എന്നുള്ളതിൽ മാതൃക കണ്ടു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃക കണ്ടു. അതിങ്ങനെ മുന്നിൽ നിന്ന് കയറുന്ന രീതിയിൽ തന്നെയായിരുന്നു മിമ്പർ, അത് 3 സ്റ്റെപ്പും.
ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടു നിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.